ചക്കയുടെ മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും എല്ലാം മിക്ക വീടുകളിലും അതുകൊണ്ടുള്ള വിഭവങ്ങളായിരിക്കുള്ളൂ. കുറച്ച് നാളുകളായിട്ട് ഒരു മാങ്ങാപ്പുട്ടിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇന്ന് അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു മാങ്ങ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് അത് വെച്ച് ഒരു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയുടെ തൊലി കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിൽ കുറച്ച് പുട്ടുപൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ഈ മാങ്ങയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുകയാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ, കാരണം മാങ്ങയിൽ അത്യാവശ്യം നനവുണ്ടല്ലോ. എനിക്കിതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിലൊരു കോള് വന്നായിരുന്നു. ഞാൻ വീഡിയോ ഓണാണെന്ന് കരുതിയാണ് പുട്ടിൻ്റെ പൊടി നനച്ചത്. അതിനുശേഷം നോക്കിയപ്പോഴാണ് റെക്കോർഡിംഗ് ഓഫാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ പകർത്താനായിട്ട് സാധിച്ചില്ല. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് കേട്ടോ ഞാൻ മാങ്ങാപ്പുട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് തേങ്ങ ആദ്യം ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മാങ്ങ മിക്സ് ചെയ്ത പുട്ടിൻ്റെ പൊടിയും അതിന് മുകളിൽ കുറച്ച് മാങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊരു കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ അതൊന്ന് ആവി ഒളിച്ചെടുക്കാൻ പോവാണേ. നേന്ത്രപ്പഴം പുഴുങ്ങിയതും കൂട്ടി പൊന്നു പുട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അവനത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. മാങ്ങാപ്പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് എക്സൈറ്റ്മെന്റോടെയാണ് ഇത് കഴിച്ചു നോക്കിയെങ്കിലും പ്രതീക്ഷിച്ച അത്രയും പോരാട്ടോ. കൊള്ളാം എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് അടിപൊളി ഐറ്റം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ണിക്കും പൊന്നൂനാണെങ്കിൽ ഇത് വലിയ ഇഷ്ടവും ആയില്ല കേട്ടോ. എന്തായാലും ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് അങ്ങോട്ട് കഴിച്ചു.